ഇന്നേ ഒരു 5 മണിയാകുമ്പല്ലേ നമ്മളെ മഴ എന്ന് പേടിപ്പിച്ചു കേട്ടോ. മഴ പെയ്തു പറഞ്ഞിട്ട് ഞങ്ങളപ്പയ്ക്ക് ഓടി വിറകിന്റെ മുകളിൽ ടർപ്പായിട്ട് വിറകെടുത്ത് വെച്ച് അത് പൊതിഞ്ഞും കൊണ്ട് മഴയുടെ പാട്ടിന് പോയി. ഇടിവാളും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. അത് മഴയുടെ പാട്ടിന് പോയിട്ടാ ഞങ്ങളുടെ മഴ പറ്റിച്ചു അല്ലേ. ഏപ്രിൽ ഫൂളാക്കി. ഓരോ ഭാഗത്ത് കൂടെ ചാറൊക്കെ ചെയ്ത് പെയ്തിട്ടില്ലുണ്ട് ഈ പ്രദേശത്തൊന്നും. ഇവിടെ പിന്നെ ഇപ്പോൾ ഇന്ന് ഏഷ്യാനെറ്റിലെ അവാർഡിൻ്റെ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ സുകന്യയും കുട്ടികളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരാ വെച്ചേക്കണോ? പാപ്പായി മൊത്തം തിന്നോ? പഴുക്കാത്ത പഴ തിന്നു. നാളെ ഞായറാഴ്ച ആയി കുറച്ച് നേരം കൂടുതൽ കടന്നുറങ്ങണം. അല്ലാതെ നാളെ അത് മാങ്ങ എന്താണെന്നറിയോ, അത് സാലഡ് കൂട്ടാണ്ട് കേട്ടോ. പക്ഷെ എന്തെങ്കിലുമൊക്കെ രണ്ടാമതും മൂന്നാമതൊക്കെ വേണ്ടേ. മാന്തൾ മീൻ വാങ്ങിട്ട് വന്നിട്ടുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു മാന്തൾ നാളെ അടിപൊളിയായിട്ട് മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കുന്ന കാണിച്ചു തരാമെന്ന് അല്ലേ. നാളെ ഞായറാഴ്ചയല്ലേ. നാളെ കുട്ടികൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊരിയും. മാന്തൾ കറി ഒന്നും പറ്റില്ല. അതിനെ അടുത്ത വീട്ടിലത്തെ ഒരു കൂട്ടരെ കോഴി നാടൻ കോഴി ഉണ്ട് വാടാന്ന്. നാടൻ കോഴി കൊണ്ടുവന്ന ഇവിടെ പിന്നെ ആരെങ്കിലും വളർത്തുന്നതുമാണ് പറഞ്ഞു വെച്ചാൽ പിന്നെ ഇവിടെ കരച്ചിലും ബഹളമായിരിക്കും കേട്ടോ. പറ്റില്ല. നമുക്ക് 2 വാങ്ങണം പറഞ്ഞിട്ട് കൂടൊന്ന് നേരെയാക്കണം. കൂട് നേരെയാക്കാൻ കൂടുണ്ടാക്കണം. നല്ലൊരു കോഴിക്കൂട് ഉണ്ടാക്കണേ. അപ്പോഴേ ഉള്ളൂ. നല്ല 4-5 പട്ടകളെ വാങ്ങിയിട്ടേ മുട്ടയുടെ ആവശ്യത്തിന്. ഇപ്പം ആകെ 3 കോഴിയുള്ളൂ. എനിക്ക് സങ്കടം വരാൻ തുടങ്ങി കേട്ടോ കോഴിയില്ലാണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നവർക്കറിയില്ലേ, കോഴികൾ നമ്മുടെ മുറ്റം നിറയെ കോഴികളായിട്ടേ മുട്ട നമ്മൾക്ക് അധികം വാങ്ങിട്ട് വന്നിട്ടേ ഇല്ല. ഇപ്പോൾ കുട്ടികൾ തിന്നാറായപ്പോഴേക്കാണ് കോഴി ഇതായത്. എന്തായാലും കൂടുണ്ടാക്കണല്ലേ ഏട്ടാ. നെറ്റൊക്കെ അടിച്ച് 2 തട്ടുള്ളത് ഉണ്ടാക്കണേ. 2-3 എന്താണെന്നറിയോ, ഒന്ന് ചെറിയ കുട്ടികൾ ഇടാനുള്ളതും, ഒന്ന് മുട്ടക്കോഴിക്കുള്ളതും, ഒന്ന് സാധാ നമ്മുടെ കോഴി ഒക്കെ ഉള്ള ഒരു കൂട്. വെള്ളമൊക്കെ ഉള്ളൊരിത്. ഏട്ടന് വേണ്ട കേട്ടാ. ഏട്ടൻ ചപ്പാത്തി കഴിച്ചു. ചപ്പാത്തി അല്ലേ. പപ്പടം കാച്ചണ സൂ എവിടെ? സൂവിന് മാത്രം എന്താ ഈ കാണിക്കണ സൂവിനെ? അവള് ഇപ്പൊ കഥ വായിക്കുക. അവിടെ നിന്ന് വന്നിട്ട് ഇത് കാണുന്നു. എന്ത് മടക്കിയേക്കുന്നു കണ്ട. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അല്ല കേട്ടോ. സാലഡ് സ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പെഷ്യലാണോ? ഇത് കാണുക പറഞ്ഞു വെച്ചാൽ കുട്ടിയോടില്ലേ കുറച്ച് കഴിച്ചോടും. അപ്പം അത് വിചാരിച്ചിട്ട് ഇത് ചെയ്തതാണ്. രാജു വിളിക്കുകയാണ് കേട്ടോ, മാമൻ്റെ. അപ്പോൾ അങ്ങനെ ദുബായ് കോളാണ്. അവന് പാവൻ ലീവ് കിട്ടുന്ന സമയത്ത് അവൻ ഇങ്ങനെ വിളിക്കും കേട്ടോ. ഇനിയിപ്പോൾ അവന് ഇങ്ങോട്ട് വരേണ്ട സമയമായി. അപ്പയ്ക്കല്ലേ നമ്മുടെ ഈ യുദ്ധമായതും കൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരാനും പറ്റില്ലല്ലോ. ജെല്ലൊക്കെ തുറന്നിട്ടോളി, കാറ്റും മടിച്ചൊക്കെ കൊള്ളട്ടെ. അച്ചു തുള്ളി മണ്ണെണ്ണ ഒഴിക്കാം കേട്ടോ. അച്ചു എല്ലാവരും പറഞ്ഞില്ലേ മണ്ണെണ്ണ ഒഴിച്ചാൽ പോകുന്നു. അതാ കണ്ടോ നമ്മുടെ വാഴയൊക്കെ കരിഞ്ഞു പോയിട്ടോ. അത് നല്ലൊരു ഗുണമുള്ളൊരു കാര്യമാണ്. നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയേ. ഇന്നലെ നോക്കിയൊക്കെ മക്കളുടെ പണി കേട്ടോ. രാത്രിയിൽ ഇവിടെ ഫുള്ളും വൃത്തികേടാക്കിയിടല്. നല്ല നേരം വൈകിയേ ഒന്നും ചെയ്യാൻ പറ്റാത്ത. ചെയ്യാന്നല്ല ഇപ്പം തന്നെ ചെയ്യുക. വെയിൽ നല്ല വരുമ്പോഴേക്കും പുറത്തിറങ്ങണ്ട. വായോ 8 മണി കഴിയുമ്പോഴേക്ക് തന്നെ വെയിൽ ഇവിടെ നല്ല. ഇപ്പോൾ എന്തെങ്കിലേ എല്ലാവരും ഒരേപോലെ ചെയ്തിട്ടില്ലെങ്കിലേ മടി കൊടുങ്ങുള്ളൂ കേട്ടോ. മടി പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ മടിയായിട്ടില്ല.
ഇവിടെ അല്ല അവിടെ പുറത്ത്. കിച്ചൂരില്ലേ എന്തെങ്കിലും പറയുമ്പോഴേ ചേച്ചിമാർ ചെയ്യാന്നല്ലാതെ അവര് ചെയ്യാൻ ഭയങ്കര മടി. ശീല ഞാൻ പറഞ്ഞോ, നമ്മൾ ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞപ്പോഴേക്കേ പിന്നെ ഗൾഫിൽ നിന്ന് രാജു വിളിച്ചു കേട്ടോ. അപ്പോൾ അവിടെ യുദ്ധവും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം നമുക്കൊരു പേടി. അതിൽ വിളിച്ചപ്പോൾ കുറേ നേരം അവൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞേ. അപ്പോൾ അതാ ഒരാൾ അടിച്ചോരി തുടയ്ക്കുന്നു, അമ്മൂട്ടി അടിച്ചോടി തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അച്ചുവിനെ അടിക്കൽ കഴിഞ്ഞു. എന്താ അച്ചു ആ തണ്ണിമത്തൻ ദിനങ്ങളൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റിക്കളയി. ഇവര് അടിച്ചു കഴിഞ്ഞു വെച്ചല്ലേ ചിലപ്പോൾ പിന്നെയും നമുക്ക് അടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ബാ അമ്മോ, ഈ ചെടിച്ചട്ടി അവിടെ തന്നെ കൊണ്ടുവയ്ക്കണം അല്ലേ? വേണ്ടേ? അപ്പോൾ മറ്റേ ചൂല് അത് അച്ചുവിൻ്റെ പണിയാണ്. ഇന്ന് ടെറസിൻ്റെ മുകളിൽ അടിക്കണം, വൈകുന്നേരം ആകുമ്പോഴേയുള്ളൂ. അച്ചിച്ചു അവിടെ കൂടെ ഇല്ലടാ, ആ കയർ കൂടെ ഇട്. അപ്പോൾ ഓരോരുത്തരല്ലേ, അപ്പം നമുക്ക് ചെയ്യാൻ വയ്യാണ്ടല്ല കേട്ടാ, അത് ചെയ്ത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചെണ്ടുമല്ലി ഉണ്ടോ ഉണ്ടായിരിക്കണത്? എല്ലാം ചെയ്ത് പഠിക്കട്ടെ വിചാരിച്ചിട്ടാ കേട്ടോ. കാരണം ഏട്ടൻ തന്നെ ഏട്ടനൊക്കെ ചെറുപ്പത്തിൽ എല്ലാ പണിയും ചെയ്യായിരുന്നു ഇത്ര. ഏട്ടൻ്റെ അമ്മ എപ്പോഴും പറയും ഞാൻ ഒന്നും ചെയ്യിപ്പിക്കില്ല പറഞ്ഞിട്ട് എപ്പോഴും പരാതിയാണ് കേട്ടോ. പക്ഷെ എന്നൊന്നും ഞാൻ ചെയ്യിക്കാൻ പറ്റില്ലല്ലോ സ്കൂളുള്ള സമയത്ത്. കണ്ടോ ചെണ്ടുമല്ലിയാണിത്, നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഫുള്ള് കണ്ടില്ലേ, ഇതാ അതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് പാലക്കാട്ടിൽ നിന്ന് ആ സുമതി ചേച്ചി വന്നില്ലേ, ഞാൻ അതിനാ സൈഡിൽ കൂടെ അല്ലേ ഒഴിക്കുന്നത്. കണ്ടോ? പിന്നെ നമ്മുടെ മുരിങ്ങ മരല്ലേ, മുരിങ്ങ കൊമ്പ് കണ്ടില്ലേ, അത് അമച്ചു കേട്ടോ. അമച്ചു വന്നേ. ഞാൻ വേനൽക്കാലം ആയതും കൊണ്ട് വിചാരിച്ച് പേടിച്ചു. കള്ളിത്തല. പിന്നെ നമ്മുടെ കുമ്പളവള്ളി നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതാണ്ടോ കുമ്പളത്തിൻ്റെ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഉണ്ടാവുക വെച്ചാലേ ചെണ്ടുമല്ലി ഉണ്ടാവുക വെച്ചാൽ നമ്മൾ എന്താ വിചാരിച്ചെന്നറിയോ, ഇപ്പോൾ കിച്ചു തുണി തോരയിടുന്നില്ലേ, ആ തുണി തോരയിടുന്നതിൻ്റെ അത് കൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നല്ല നീളം വരുമല്ലോ വലുതാവുമ്പോൾ. അതവിടെ ഇരുന്നോട്ടെ ഉണ്ണി, അവിടെ ഇരുന്നോട്ടെ അത്. അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അത് കൂടി നമുക്ക് ഈ ഭാഗമല്ലേ, ഈ സൈഡിൽ കൂടി ഇങ്ങനെ വെക്കാൻ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ചെടിച്ചട്ടി നല്ല ഇവർ പറഞ്ഞേ ചെടിച്ചട്ടി വാങ്ങണം പറഞ്ഞപ്പോൾ നമുക്കത് വാങ്ങൽ നടന്നില്ല. നമുക്ക് മഴ സമയം വരട്ടെ വിചാരിച്ചു. ഇപ്പം എന്താണെന്നറിയില്ല, ജലനിധിയുടെ വെള്ളം 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ അത് കണക്ക് കൂട്ടിയിട്ടേ നമുക്ക് വാങ്ങിയിട്ടുള്ള ചെടികളൊന്നും വെക്കൽ നടക്കില്ല കേട്ടോ. പിന്നെ ഇതാ പച്ചമുളകും തെയ്യ ഉണ്ടോ, പിരിച്ചു വാടാറായിട്ടില്ല. ഒക്കെ ഏത് എന്താ ഇത് നമ്മുടെ കുമ്പളവള്ളിയാണ് കേട്ടോ. പടുമുളം കിട്ടിയതാണ്. നമ്മളെവിടെ കുഴിച്ചിട്ടാലില്ലേ ഈ ചില സമയത്ത് ഇവിടെ ഉണ്ടാവുകയില്ല. പിന്നെ മഴ പെയ്യുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. ഇഞ്ചി വിത്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് രാധയെടുത്തിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന ചകിരിയാണ് കേട്ടോ. ഈ ചകിരിയൊക്കെ കുറച്ച് വലിപ്പം കൂടുതലാണ്. ഒഴിവ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഈ ചകിരി എന്ത് ചെയ്യണം എന്നറിയോ, വെട്ടി ചെറുതാക്കി ചെയ്യണം. കണ്ട, ഇതൊന്നും ഇവിടെ അടുപ്പിൽ ഇങ്ങനെ കൊള്ളില്ല. അപ്പോൾ അത് 2 ഭാഗം തേങ്ങ പൊളിക്കുന്ന സാധനം കൊണ്ടുവന്നിട്ട് അതിൽ കുത്തി ഒന്ന് പിടിച്ചാൽ മതി. അതിനെ 2 ഓരോ കൊത്ത് കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. എനിക്ക് മുരിങ്ങക്കൊമ്പ് അമ്മച്ചതിന് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എന്താണെന്നറിയോ, എനിക്ക് മുരിങ്ങ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മുള്ളാത്ത ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ. ആ മുള്ളാത്ത നമ്മൾ ഫംഗ്ഷൻ്റെ സമയമായപ്പോൾ ഇവിടെയാണ് അടുപ്പ് വയ്ക്കാൻ സൗകര്യമുള്ളൂ. അപ്പോൾ അവരെന്ത് കാട്ടിയെന്നറിയോ, ആ മുള്ളാത്ത എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അതോടെ മുള്ളാത്തയുടെ ചെടി ഉണങ്ങിപ്പോയിട്ടോ. വീട്ടിലത്തെ മുള്ളാത്തയിൽ ഇത്ര പോകുന്നൊരു ചക്ക ഉണ്ടായി, ഇത്ര മുള്ളൻ ചക്ക. അമ്മ പറയുക ഇതിൻ്റെ തുണയാണ് അത്, അതിലൊരു ചക്ക ഉണ്ടായിന്ന് നമുക്ക് നോക്കിയ ചെടിയത്. എത്ര കൊല്ലം നോക്കി? 5 കൊല്ലത്തെ നോക്കിയ ചെടിയാണ് ഇത്. കണ്ടില്ലേ ഈ ചെടിയില്ലേ, ഡിസംബറിൽ മാത്രം അത്ര ഇതിൻ്റെ കളർ ഇങ്ങനെ ഉണ്ടാവുള്ളൂ പറഞ്ഞില്ലേ. വെറുതെ അല്ല അത്, അതൊക്കെ കളർ മാറിപ്പോയത്. അടുത്ത ഡിസംബർ വരേണ്ടി വരും ഇനി. അടുത്ത ഡിസംബർ വരേണ്ടി വരും കളർ വരുന്നത്. ഇത് പിന്നെ നമ്മുടെ കഞ്ഞിക്കൂർക്കളാണ് കേട്ടോ. നമ്മൾ ചുമയ്ക്ക്
ചുമ വരുന്ന സമയത്ത് നമ്മളത് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. പനിയുള്ള സമയത്ത് ഇതും കൂടെ ചുക്ക് കാപ്പി വയ്ക്കും. അങ്ങനെയൊക്കെ ഒരു ഉപകാരമുണ്ട്. ഇത് വെയിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ടതാണ്. ഒന്നും കൂടി പരത്തിയിട്ടാൽ, പരത്തിയൊന്നും ഇടേണ്ട ആവശ്യമില്ല അല്ലേ? ഈ ചൂടിൽ പരത്തിയിടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കൊള്ളി ഇതും കൊണ്ട് തികയൊന്നുമില്ല കേട്ടോ. എന്തോ ഭാഗ്യം. വിറക് നമ്മുടെ ഇവിടെ നാട്ടിൽ എപ്പോഴും വിറകുള്ളത് കൊണ്ട്, ഇല്ലെങ്കിൽ ഗ്യാസ് കഴിയാറായിരിക്കണം. ഗ്യാസ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പെട്ടുപോയേനെ. പക്ഷേ ഒറ്റ പ്രശ്നമല്ലോ കേട്ടോ. നേരത്തെ ഈ ഒരു സമയമൊക്കെ കഴിയുമ്പോഴേക്കും, ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ ചോറും കൂട്ടാനൊക്കെ ആയി വേണം. അല്ല അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞു വെച്ചാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്കില്ലേ ഇനി ഞങ്ങളുടെ കുളി കഴിഞ്ഞിട്ടുള്ള തിരുമ്പലുകളേ ഉള്ളൂ. ഞാൻ വൈകുന്നേരം ആകുമ്പോൾ മേല് കഴുകി കഴിയുമ്പോൾ അത് രാവിലെ മറ്റേ തുണികളെടുത്തിട്ടുണ്ണി ഇനി അതിൽ വാഷിംഗ് മെഷീനിലുണ്ട്. ഏട്ടൻ്റെ തുണികളൊക്കെ തിരുമ്പാനാവും. ഏട്ടൻ്റെ തുണികൾ വാഷിംഗ് മെഷീനിൽ തിരുമ്പായിക്കില്ല കേട്ടോ. ഏട്ടൻ പറയും എൻ്റെ തുണികൾ വാഷിംഗ് മെഷീനിൽ തിരുമ്പണ്ട, അത് ഞാൻ കല്ലിൽ തിരുമ്മിയാൽ മതി പറയും. അതെന്താണെന്നറിയോ? വാഷിംഗ് മെഷീനിൽ തിരുമ്പുമ്പോൾ ഒക്കെ പാടെ അത്രേ ഉരുളല്ലേ നിങ്ങളെന്താ പറഞ്ഞ? ഉരുളല്ല, ചളി പോകണില്ല. നല്ല അമ്മു നേരെ തുടച്ച് വിട്ടേക്കണം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞാൽ അതൊക്കെ എല്ലാവരും വന്ന് ഇരിക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ പോകും. വലുതല്ലേ അത് ഇങ്ങനത്തെ കവർ ഇട്ടിട്ട് കാര്യമില്ല. ഇത് വേറെ മൊത്തത്തിലൊരു കവർ ഇട്ടുണ്ടായില്ല. മൊത്തത്തിനൊരു കവർ വേണം കേട്ടോ. ഓരോ പീസിന് തന്നെ എലാസ്റ്റിക്കുള്ള കവർ ഇട്ട് കഴിഞ്ഞാൽ കുറേ നിൽക്കും. അങ്ങനത്തെ കവർ വാങ്ങണം. ആ കവർ തുന്നിക്കേണ്ടി വരും. അതിനെ എല്ലാം നമ്മൾ വാങ്ങണം എന്ന് വിചാരിക്കും. ഒന്നും പിന്നെ ആ സമയമാകുമ്പോൾ വാങ്ങൽ നടക്കില്ല. സാധാ തുണി തുന്നുന്നവര് അല്ലേ? അത് ആർക്കെങ്കിലും അറിയിച്ചാലില്ലേ ഒന്ന് കമന്റ് കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമുക്കിതൊരു ഏട്ടൻ അന്നത്തെ ആവേശത്തിന് ആ പെയിന്റിന്റെ കളർ കണ്ടിട്ട് ഇതെടുത്തതാണേ. പക്ഷെ ഇതിൽ വേഗം ചളിയാവും കേട്ടോ. ഈ കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ വേഗം വന്നിട്ട് ഇതിലാണ്ട് ഇരിക്കുമ്പോൾ ചളിയാവും. പിന്നെ ഈ ഭാഗത്തില്ലേ കാല് തുടക്കില്ല, കാല് തുടക്കിയില്ല. ചെയ്യട്ടെ. നമുക്കിത് എനിക്കിത് ചെയ്യാൻ വയ്യാണ്ടല്ല, പക്ഷെ അത് അവർ ചെയ്ത് ശീലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാം. നമുക്കിപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ടല്ലോ. സ്കൂളുള്ള ദിവസം നമ്മൾ തന്നെയല്ലേ ഇത് ചെയ്യുന്നത് മൊത്തം. സ്കൂളില്ലാത്തൊരു ദിവസം കേട്ടോ മാത്രമാണ് നമ്മൾ പറയുള്ളൂ. അച്ചു അടിച്ചോരെയാണെന്ന് പറഞ്ഞാൽ വെച്ചാൽ അവിടെ മൊത്തം അടിക്കും കേട്ടോ. അമ്മുട്ടിയാണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ 4 ഭാഗം മാത്രമേ അടിക്കുള്ളൂ. അച്ചു അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി റോഡും ഒക്കെ അടിക്കും. നീ നാളെ ഇവിടുത്തെ ചവിട്ടി വേണോ ചോദിച്ചിട്ട് ഒരാൾ വന്നിരുന്നു. പറങ്കി മാങ്ങയല്ല കേട്ടോ, പറങ്കേണ്ടി. നമ്മുടെ ഇപ്പം കണ്ടില്ലേ വൃത്തിയായില്ലേ. ഇനി നമ്മളവിടെ പോയിട്ട് എന്താ കുഞ്ഞ നോമ്പെടുക്കുകയാണ് കേട്ടെന്നെ. അപ്പം അതുകൊണ്ടിന്ന് സ്പെഷ്യലൊന്നും ഉണ്ടാക്കണ്ടെന്നാ പറഞ്ഞേക്കണം. കുഞ്ഞൻ എടുത്തില്ലേ? ചാവടിച്ചോ? ഈ എന്തിനാ ചാവടിച്ച്? ആരാ നിന്നോട് ചാവടിക്കാൻ പറഞ്ഞു? നീയല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നോമ്പാണെന്ന്. ഞാൻ എടുക്കുന്നുണ്ട് പറയല്ലേ അപ്പം നിൻ്റെ അടുത്ത്. പപ്പ വിളിക്കാൻ തുടങ്ങി. രാവിലെ നമ്മൾ നൂൽപുട്ടും വെള്ളക്കടലല്ലേ, വെള്ളക്കടല കറിയാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നമുക്കിന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് കുറേ ദിവസമായി എൻ്റെ അച്ചു എന്തെങ്കിലും ഉണ്ടാക്കമ്മ പറയുന്നു. അപ്പോൾ അവർക്ക് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയാം. ഞാൻ നാളെ പോയപ്പോൾ കുഴിമന്തിയുടെ റൈസും വാങ്ങിയിട്ടുണ്ട്, ബിരിയാണിയുടെ അരിയും ആയിട്ടുണ്ട് കേട്ടോ. ഇനി പെരുന്നാളല്ലേ വരുന്നത്. ബിരിയാണിയുടെ അരി കുഴിമന്തിയുടെ അരി കിട്ടിയില്ലേ? അപ്പോൾ രണ്ടും വാങ്ങി. അല്ല, ബിരിയാണിയുടെ കുഴിമന്തിയുടെ അരി വാങ്ങിയത്. അത് തെറ്റിപ്പോയി. കുഴിമന്തിയുടെ അരി ബിരിയാണി അരി വാങ്ങിക്കണം കേട്ടോ. അതെന്തോ ഒരു ഓളത്തിൽ പറഞ്ഞു തരാം, സോറി. അപ്പോൾ ഇതിൻ്റെ അമ്മയുടെ സാരി കേട്ടോ. അമ്മ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഉടുക്കട്ടോ. പുറത്തേക്കൊന്നും ഞാൻ പോകുമ്പോൾ സാരി അങ്ങനെ അധികം ഉടുക്കാറില്ല. അച്ചോ നീ സ്കൂള് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബുക്കുകളൊന്നും ആവശ്യമില്ലല്ലോ അല്ലേ? കിച്ചു കളർ പെൻസിലുകൾ ഇവിടെ വെച്ചിട്ട് കുട്ടികൾ മറ്റും ചുമരിൽ വരഞ്ഞ നമ്മുടെ കുട്ടിക്ക് സത്യമായിട്ട് അടി കിട്ടും കേട്ടോ. സത്യമായിട്ടും പറഞ്ഞാൽ സത്യമായിട്ട് അടി കിട്ടും. എന്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ് ഇതായിരിക്കണം. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ കളർ പെൻസിൽ കൊണ്ട് വയ്ക്കുക.
നീ ഫ്രിഡ്ജിലിരുന്നല്ലോ. അപ്പൊ ആരെ പിന്നെ ഇവിടെ വന്നിട്ട് രാവിലെ തന്നെ ബേക്കറി കഴിക്കല്ലേ. ഇത് നമ്മുടെ പൊന്നൂൻ്റെ വണ്ടി കേട്ടോ. പൊന്നു നീച്ചിട്ടില്ല. പൊന്നു നീച്ച ഇതായിരിക്കില്ല അംഗം. അപ്പോൾ ദാ ഇത് കിച്ചുവിൻ്റെ ആണ് കേട്ടോ. ഇതെന്താണെന്ന് അറിയാം, നമ്മൾ കിച്ചുവിന് ഒരു അറ കൊടുത്തിട്ടുണ്ട്. ആ കിച്ചുവിൻ്റെ തുണികൾ നമ്മൾ മടക്കി വയ്ക്കും. കിച്ചുവിൻ്റെ അല്ല, ഇവരുടെ എല്ലാവരെയും മടക്കി വയ്ക്കും. അവരവരുടെ അറകളിൽ അവരവർ കൊണ്ടുപോയി വെക്കും കേട്ടോ. അറകൾ പറഞ്ഞാൽ അലമാരയുടെ ഓരോ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ഭാഗങ്ങളിൽ അവരവർ വെക്കും. ഇല്ലെങ്കിലേ ഭയങ്കര കള്ളത്തരം പഠിക്കുകയാണ്. തുണികളൊക്കെ അല്ലേ ഒരോടത്ത് വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് പറഞ്ഞു വെച്ചാൽ ഇതാണ്ടോ കണ്ടോ കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മിരട്ടുമ്പോൾ പറയും. ഇപ്പം നമ്മളെന്തെങ്കിലും പറയുമ്പോൾ മക്കൾക്കില്ലേ നമ്മളവരെ ചീത്ത പറയുകയാണ് അല്ലെങ്കിൽ അവർ ഇഷ്ടമില്ലാണ്ട് പറയുകയാണ് എന്നൊക്കെ തോന്നും. അച്ചുട്ടിക്ക് പ്രത്യേകിച്ചും. അപ്പോൾ ഇത് നമുക്ക് മാറ്റാനായിട്ടോ. നമ്മുടെ കൈ കഴുകണതിൻ്റെ അവിടുത്തെ ഇത് ഈ അച്ഛ എന്താ കിടക്കണ ക്ഷീണിച്ചോ? അമ്മ പടി തുടച്ചില്ലേ കുട്ടി? വേഗം കുളിക്കിട്ടോ ഞങ്ങള്. എടാ കുഞ്ഞ കുഴിമന്തി ഉണ്ടാക്കണ്ട പറഞ്ഞിട്ട് നീ നോമ്പ് തുറന്നോ? അപ്പൊ നൊയ്യല്ലേ നോമ്പ് എടുക്കണ്ട പറഞ്ഞത്? വല്യമ്മയല്ലേ നോമ്പ്? കുഴിമന്തി ഉണ്ടാക്കണത് വെറുതെ പറഞ്ഞതാ? ബിരിയാണി മന്തി ഒന്നും ഉണ്ടാക്കണല്ലോ, വെറുതെ പറഞ്ഞതാ. അപ്പളൊക്കെ നീ പോയിട്ട് നോമ്പ് പറഞ്ഞു? ഒരു കാര്യം പറയട്ടെ, എല്ലാവരോടും പാടെ കൂടിയിട്ടാ പറയുന്നത് കേട്ടോ. ഈ നിങ്ങൾ വാതിലടയ്ക്കുമ്പോഴേ ഈ വാതിലിൻ്റെ ഈ സൈഡിലുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ പൊട്ടിക്കരുത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെയാണ് ഇത് പൊട്ടിക്കുന്നത്. ഇത് വൈകുന്നേരത്താണോ കുഴിമന്തി ഉണ്ടാക്കുന്നത്, ഉച്ചയ്ക്കാണോ ഉണ്ടാക്കുന്നത്? എന്താണെന്നറിയോ, ഉച്ചയ്ക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിയിട്ട് വരണം. ഓ അച്ഛൻ പറയും നോക്കിയൊക്കെ. അതെന്തും കൊണ്ടാണെന്നറിയോ, നീ അച്ഛനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് അച്ഛൻ്റെ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴേക്കും സമയമാവും. അപ്പോൾ പിന്നെ എന്താ സമയം വഴുകിട്ടോ. പിന്നെ ഞാൻ എന്താണെന്നറിയോ നേരത്തെ കൊണ്ടുവരുമോ ചോദിക്കുന്നത്. നേരത്തെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കുക. കാരണം വെയിലത്ത് ഉണ്ടാക്കണമെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ഇവിടെ ഉണ്ടാക്കാല്ലേ. ഇവിടെ വെയിലിതാ അങ്ങോട്ട് നോക്കി നോക്കും, വെയിലൊക്കെ ഉണ്ട്. വെയിൽ പോട്ടാ. അപ്പോൾ ഇത് നമുക്കൊരു നല്ലൊരു ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ. അമ്മയുടെ പരിസരത്ത് പോയപ്പോൾ അടുത്ത് താത്ത എന്നാണ് ചൂടുള്ള സാധനം ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ അത് മാത്രമല്ല, ചൂടുള്ള സാധനം നമുക്ക് ഈ ഇതും കൊണ്ട് അങ്ങനെ പിടിക്കാനും പറ്റും കേട്ടോ. പിടിച്ച് വെക്കാൻ. എൻ്റെ റൂം എത്ര വൃത്തിയിലാണ് എടുക്കണം, നിങ്ങളുടെ റൂം അതേപോലെ വൃത്തിയാക്ക്. ഇതാ ഇപ്പം ഇതിവിടെ വെച്ച് ഇപ്പം നമ്മളില്ലേ നമ്മുടെ കിച്ചൊക്കെ അല്ലേ ഇത് എന്താ പടക്കം വാങ്ങാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ വിഷു ആവണല്ലേ ഉള്ളൂ. നമുക്കാണെങ്കിൽ പേടിയാവുകയാണ് കേട്ടോ കുട്ടികൾ. നല്ല പടക്കം പൊട്ടിക്കും. എന്നിട്ട് ഓരോന്ന് മാസം മുന്നേ തുടങ്ങിയിരുന്നു പണ്ടൊക്കെ പടക്കം പൊട്ടിക്കല്. 10 പറങ്കേണ്ടി കൊണ്ട് ഓലപ്പടക്കം വാങ്ങുക, കൂട്ടം എല്ലാവരും പാട്ടിരുന്ന് പൊട്ടിക്കുക, അങ്ങനെയൊക്കെ തന്നെ വിഷു. ഇപ്പഴല്ലേ വിഷു. ഇതിങ്ങനെ നമ്മുടെ ഈ ചെടിയില്ലേ ഇത് കൂടെ ഇങ്ങനെ പടർത്തിയിട്ട എങ്ങനെ ഉണ്ടാവും? കാട് പിടിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഉണ്ടാവാനാണ്. നന്നായിട്ടുണ്ടാവില്ല. നന്നായിട്ടുണ്ടാവും. അതാ ചോദിച്ചതേ. നന്നായിട്ടുണ്ടാവും. അല്ലെങ്കിൽ മാറ്റിയേക്ക് ഇതുണ്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അച്ചുവിൻ്റെ പണിയാണ്. അച്ചുവാണ് അതിൻ്റെ വെള്ളം കളയലും കാര്യങ്ങളൊക്കെ. അച്ചു കണ്ടോ 9 മണി കഴിഞ്ഞു, അച്ചുവിൻ്റെ കുളിക്കാൻ തുടങ്ങിയിട്ടോ. അച്ചു അവളുടെ കാര്യങ്ങൾ. ഇനി അമ്മ ചായ കുടിച്ച് കഴിഞ്ഞാൽ അമ്മ കുളിക്കും. ചെക്കന്മാർക്കാണ് കുറച്ചൊരു മടിയുള്ളൂ. പെൺകുട്ടികൾ എങ്ങനെയെങ്കിലും പറഞ്ഞതാക്കും. അയ്യോ ഇത് നോക്ക്, ഇതൊക്കെ എങ്ങനെയാണ് വൃത്തിയാക്കിയിരുന്നത് അച്ചുവോ? ഇരുന്ന് ശരിക്കില്ലേ ഭക്ഷണം ഉണ്ടാക്കണേക്കാട്ടിലും പണി ചില സമയത്ത് നമുക്കില്ലേ വൃത്തിയാക്കുമ്പോൾ തോന്നും. ഇതെന്താ അത് അറിയില്ലാന്നോ? നീ അല്ലേ കാട്ടി? ഇവിടെ ആരാ കിടക്കുന്നത്? അപ്പുറത്തെ വീട്ടിൽ ആരോ ആണ് തോന്നുന്നുണ്ട് അല്ലേ. ഇന്നലെ കിച്ചൂര് ഗ്യാപ്പാക്കിയതാ. അത് ഞാൻ ഇന്നലെ നീക്കി. ആര്? ഞാൻ ഇതിന്റെ അടിയിൽ
ഇത് പൊട്ടിയിട്ട് ഇതെന്താ ഇതിങ്ങനെ പശ പോലെ എന്താ ചേർത്തേക്കാട്ടില് കുട്ടികളുടെ കാലേജ് ചേർത്ത് വെക്കേ വേണ്ടോ. എനിക്ക് ഏറ്റവും നമ്മുടെ തറവാട്ടിലാവുമ്പല്ലേ നമുക്ക് തുണികൾ വെക്കാനും ഇതിനൊക്കെ ചെറിയൊരു ഇതായിരുന്നല്ലേ, സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾക്ക് സൗകര്യമായപ്പോഴല്ലേ ഈ തുണികളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പം നമ്മൾ കുട്ടികളെന്തെങ്കിലും പറയും, അപ്പോൾ കുട്ടികൾക്കില്ലേ നമുക്ക് അവരോട് സ്നേഹമില്ല എന്നുള്ളത് പറയും. ഇപ്പം പണ്ടത്തെ പോലെ ഇല്ല കേട്ടോ, ഒന്നും നമ്മൾ മക്കളെ പറയാൻ പാടില്ല. അതൊന്നും ഞാൻ എപ്പോഴും പറയും കേട്ടോ, ഞാൻ പറയുന്നത് നടക്കില്ല. ഒന്നും പറയാതെ നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മുടെ അമ്മ പറഞ്ഞു കുട്ടിക്കളിയൊക്കെ മാറി ഇനി ഉത്തരവാദിത്വ ബോധമായി മൂത്തൊരു മകൻ്റെ ഭാര്യയായിട്ടാണ് പോണത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാണ്ടാവും അവിടെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട്. ഇന്നത്തെ കാലത്ത് മക്കളോടൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞല്ലേ. നമ്മുടെ പണിയൊക്കെ ഒരുങ്ങിയിട്ടാണ് ഇവിടുത്തെ കഴിഞ്ഞിട്ടാണ് ഇനി അങ്ങോട്ട് പോണത്. ഞാൻ അവിടെ പോയിട്ട് വേണം ഉച്ചത്തൊക്കെ ഉള്ളതൊക്കെ നോക്കാൻ കേട്ടോ. അതിൻ്റെ മുമ്പ് ചോറിന് അരി അടുപ്പത്തിട്ടിട്ട് ഇങ്ങോട്ട് വന്ന് കുളിക്കും. അപ്പോൾ എന്തേ മണം വരുന്നുണ്ടോ? നല്ല മണം. അത് ഇതിൻ്റെ എന്താ തറ തുടച്ചതിന് പെനോൻ്റെ മണാടാ. നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണെങ്കിൽ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കാം.